ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു മെയ് 2-നാണ് ഭരണ തുടർച്ച നേടി LDF സർക്കാർ അധികാരത്തിലെത്തിയത്. വ്യാജ പ്രചരണങ്ങൾ, ആരോപണങ്ങൾ എന്നിവയെല്ലാം പിന്തള്ളി ഇരട്ടിക്കരുത്തോടെ ഇരട്ടച്ചങ്കന്റെ ടീം വീണ്ടും ജനപ്രിയ സർക്കാർ എന്ന ഖ്യാതിയോടെ ഭരണത്തിലേക്കെത്തി. രാഷ്ട്രീയം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. അനാവശ്യമായ വിവാദങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ, കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തിയുള്ള വെല്ലുവിളികളൊന്നും LDF സർക്കാരിനെതിരെ വിലപോയില്ല. ലോകം തന്നെ വിറച്ച കോവിഡ് മഹാമാരി, നിപ്പ, അപ്രതീക്ഷിതമായി നേരിട്ട വെള്ളപ്പൊക്കം, ഓഖി ഇവയെല്ലാം കരുത്തോടെ നേരിട്ട ക്യാപ്റ്റന്റെ സർക്കാർ കഴിഞ്ഞ 3 വർഷക്കാലമായി ജനങ്ങൾക്കൊപ്പമുണ്ട്. ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ടെന്ന് ഒരു ജനപ്രതിനിധി ഉറക്കെ നിയമസഭയിൽ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ കേരള ജനതയുടെ സ്വരം തന്നെയാണ് അവിടെ ഉയർന്നു കേട്ടത്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ശരിയായ നേതാവിനെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു കാരണവും കൂടാതെ ഭരണം മാറി മാറി വന്നിരുന്ന കേരളത്തിൽ ആദ്യമായി ചരിത്രം സൃഷ്ടിച്ചു LDF സർക്കാർ. ജനപക്ഷത്തു നിന്ന് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട ജനപ്രിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനമനസ്സുകൾ നൽകിയ സമ്മാനമാണ് കോവിഡിന്റെ 2ാം തരംഗത്തിലും താൻ ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ശരിയായ വിവരങ്ങളും കണക്കുകളും ജനങ്ങളെ ബോധിപ്പിച്ചു. ഒപ്പമുണ്ടെന്ന വാക്കിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പറഞ്ഞ വാഗ്ദാനങ്ങളും ഒന്നൊന്നായി നടപ്പിലാക്കി ഇവിടെ ഒരു പ്രവർത്തനക്ഷമമായ സംവിധാനമുണ്ടെന്ന് യുവാക്കൾ മുതൽ മുതിർന്ന പൗരന്മാർക്ക് വരെ മനസ്സിലാക്കി കൊടുത്തു. അവയെല്ലാം വിമർശനങ്ങളെ അവഗണിച്ചുള്ള വോട്ടായി മാറി. കർക്കശക്കാരനായ, വിട്ടുവീഴ്ചയില്ലാത്ത, ഇരട്ടച്ചങ്കനായ ക്യാപ്റ്റൻ ലൈഫ് പദ്ധതി മുതൽ കിഫ്ബിയിലൂടെയും ജനങ്ങൾക്കൊപ്പം വികസനത്തിന്റെ നായകനായി അദ്ദേഹം ഒരു ജനനായകൻ എങ്ങനെയാകണമെന്ന് തെളിയിച്ചു. ഇന്ന് വെറും കേരളമല്ല, നമ്പർ 1 കേരളം എന്ന നിലയിലേക്ക് കൈപിടിച്ചുയർത്തിയ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖ നേതാക്കൾ വിമർശന ശരങ്ങൾ ഉയർത്തുമ്പോഴും കണ്ണൂർ പിണറായിയിലെ മുണ്ടയിൽ കോരന്റെ മകൻ വിജയൻ കരുത്തോടെ പറയുന്നുണ്ട്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന്. വീണ വിശ്വൻ ചെപ്പള്ളി, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ് ഓൺലൈൻ.